അതിൽ പ്രത്യേകിച്ച് കൂടുതൽ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് രാവിലെ 11 മണിക്ക് തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് വാഴോട്ടുകുളം കൗൺസിലർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ നടത്തണമെന്നാണ്. അതിന് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അവിടുത്തെ ലീഗൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ജയിലിൽ അവരിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. സൂപ്രണ്ടുമായി സംസാരിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം 11 മണിക്ക് സത്യവാദം ചൊല്ലിക്കൊടുക്കും. അതോടുകൂടി ഡോക്യുമെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി നടപടി പൂർത്തിയാവും. അല്ല, 5 വർഷത്തേക്ക് വളരെ ഭംഗിയായിട്ട് ഭരിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം പറയാം. 5 വർഷം കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. 5 വർഷമല്ല, ഞാൻ രാവിലെ തന്നെ പറഞ്ഞേക്കാം. ഞങ്ങൾ 2047 ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയൊക്കെ ലോകത്താകുമ്പോഴേക്കും അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കണം 2047. ഈ ലക്ഷ്യം വെച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയും അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതേ ലക്ഷ്യം വെച്ചാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്ര BJP നേതൃത്വവും കേന്ദ്ര ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നത്. അതിനാണ് ഓരോ ദിവസവും അടിത്തറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്കത് കൂടുതൽ ബോധ്യപ്പെടുത്തും. എന്തായാലും വളരെ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ, ഈ ടേമിൽ ആരും അയോഗ്യരാവാൻ പോകുന്നില്ല. അയോഗ്യരാകുന്ന സാഹചര്യം ഉണ്ടാകാതെ മേയർ എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കും. ഭരണസമിതി എല്ലാവരെയും പരസ്പരം സംരക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകും. 101 പേര്. പ്രതിപക്ഷം അങ്ങനെയല്ലേ പറയുള്ളൂ. ഈ ഭരണസമിതി വന്നതിൻ്റെ അന്ന് മുതൽ അതിൽ പ്രശ്നം, പ്രതിപക്ഷം അവർ തോറ്റു എന്ന് മാനസികമായിട്ട് അംഗീകരിക്കാൻ തയ്യാറായ അവരുടെ പ്രശ്നമൊക്കെ കഴിയും. പരാജയപ്പെട്ടു വേറെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാം എന്ന് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അവരുടെ ഈ മാനസിക സംഘർഷമൊക്കെ ഇതിനൊക്കെ ഒരു അയവ് വരും. ഞങ്ങൾ എത്രയോ തവണ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചിട്ട് വീണ്ടും പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. ജനങ്ങളുടെ ഇടയിൽ വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഒരു കാലമായിട്ട് ജയിലിലാണ്, അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വിശദീകരിക്കുമ്പോൾ അവരൊരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? അവർ ഭരണസമിതിയെ, തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഭരണസമിതി നന്നായിട്ട് നിങ്ങളെയൊക്കെ സഹപ്രവർത്തകർ തിരുവനന്തപുരത്തുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ വിളിച്ചിട്ട് ഭരണസമിതി ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, സ്വാഭാവികമില്ല. ഐഡിയോളജിക്കലി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളവർ പലതും പറയുമല്ലോ. നിങ്ങൾ പൊതുസമൂഹത്തോട് അന്വേഷിച്ച് നോക്കി. ഇനി ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ മാധ്യമപ്രവർത്തകരോ ജനങ്ങളോ ഒക്കെ ഞങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് അങ്ങോട്ട് തന്നെ പറയില്ലേ.